ഹലോ, എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ എൻ്റെ കൂട്ടുകാരെല്ലാവരും സുഖമായിട്ടിരിക്കുകയാണോ? അപ്പോൾ ദേ നമ്മളിന്ന് രാവിലെ കഴിക്കാൻ പാലപ്പവും ഗ്രീൻ പീസുമാണ്. ഗ്രീൻ പീസ് കറി റെഡിയാക്കിയിട്ടിട്ടുണ്ട്. പിന്നെ നമ്മുടെ ചായയൊക്കെ റെഡിയായി. ഇപ്പോൾ ഒരു ചായയൊക്കെ കുടിക്കണം. പിന്നെ നമ്മളിവിടെ ഇപ്പുറത്തെ അടുപ്പിൽ പാലപ്പം ഉണ്ടാക്കുന്നുണ്ട്. അനുവാണ് പാലപ്പം ഉണ്ടാക്കുന്നത്. അങ്ങനെ അപ്പവും കറിയൊക്കെ റെഡിയായി കിട്ടിയിട്ടുണ്ട്. പിന്നെ ഇപ്പോൾ നല്ല മഴയാണ് കേട്ടോ. രാവിലെ നല്ല മഴ പെയ്തിട്ടുണ്ടായിരുന്നു. ഇന്നലെ രാത്രിയിലാണെങ്കിലും കറണ്ടൊക്കെ പോയി. പിന്നെ കുറേ സമയം കഴിഞ്ഞിട്ടൊക്കെ കറണ്ട് വന്നത്. പിന്നെ നല്ല കാറ്റും മഴയൊക്കെ ആയിരുന്നു കേട്ടോ രാവിലെ. പിന്നെ കാപ്പുടിയെല്ലാം കഴിഞ്ഞിട്ട് പിന്നെ ദേ അരി കഴുകി അടുപ്പത്തിടാൻ പോയാണ്. പിന്നെ നമുക്ക് കറി വയ്ക്കാനായിട്ട് മത്തിയായിരുന്നു കിട്ടിയത്. ചെറിയ മത്തി കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് തേങ്ങ അരച്ച് കറി വയ്ക്കണം. പിന്നെ കുറച്ചൊരു മുളകിലൊന്ന് വരട്ടി പൊള്ളിച്ചെടുക്കണം. ഒരു ഇതുണ്ട് കേട്ടോ. ഒരുപാട് ചാറിലല്ല, നന്നായിട്ടൊന്ന് വരട്ടിയെടുക്കും. അപ്പോൾ അങ്ങനെ ചെയ്യാമെന്ന് വിചാരിച്ചിരിക്കുകയാണ്. അപ്പോൾ മീൻ വെട്ടി തേച്ച് കഴിയൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി കറിയും കൂടെ ഉണ്ടാക്കണം. പിന്നെ കുറച്ച് ചീര കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ചീരത്തോരൻ ഉണ്ടാക്കണം. അപ്പോൾ അത്രയൊക്കെയാണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ദേ അരിയെല്ലാം കഴുകിയെടുത്തിട്ട് അടുപ്പത്തിട്ട് അതിന് ശേഷം ദേ കറിയും അടുപ്പത്ത് വെച്ചിട്ടുണ്ടായിരുന്നേ. അപ്പോൾ കറിയൊക്കെ നന്നായിട്ട് തിളച്ച് വറ്റിയൊക്കെ വന്നിട്ടുണ്ട്. എണ്ണയൊക്കെ തെളിഞ്ഞ് വന്നിരിക്കുകയാണ്. ചെറിയ മത്തിയൊക്കെയാണ് കിട്ടുന്നതെങ്കിൽ ഞാൻ മിക്കപ്പോഴും പീര വറ്റിച്ചെടുക്കാറ് പതിവുണ്ട്. ഇവിടെ എല്ലാവർക്കും അത് ഇഷ്ടമാണ്. ഇപ്പോൾ ഇന്നിവിടെ ചേട്ടായി ഇല്ലാത്തതുകൊണ്ട് ഞാനങ്ങനെ ചേട്ടായിക്കാണ് കൂടുതൽ ഇഷ്ടം പീര വയ്ക്കുന്നത്. ഇന്നിപ്പോൾ ദേ വരട്ടി പൊള്ളിച്ചാണ് എടുത്തത്. അനുവിന് പൊള്ളിക്കുന്ന കൂടുതലിഷ്ടം. അപ്പോൾ മീൻ കുറച്ച് കറിയും വെച്ച് പൊള്ളിച്ചു കൊടുത്തു. പിന്നെ ചോറ് കഴിക്കാൻ ടൈമായി വന്നപ്പോൾ മുട്ട വേണമെന്ന് പറഞ്ഞിട്ട് അനുവും മുട്ടയും കൂടെ പൊരിച്ചെടുക്കുന്നുണ്ട്. പിന്നെ ഞാൻ ചീരത്തോരനും ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. ചീര നല്ല നാടൻ ചീരയായിരുന്നു. നമുക്കിവിടെ റോഡിൽ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. വെജിറ്റബിൾസ് എല്ലാം ഉണ്ടായിരുന്നു. അതിൽ ചീര ഉണ്ടായിരുന്നു, വെണ്ടയ്ക്ക, അങ്ങനെ കുറച്ച് കുക്കുംബർ, അങ്ങനെ കുറച്ച് ഐറ്റംസൊക്കെ കൊണ്ടുവന്നിട്ട് ഞാൻ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ അത് കഴിഞ്ഞിട്ട് ക്ലോവിക്ക കുറച്ച് ഉപ്പിലിട്ടിട്ടുണ്ടെന്ന് ഞാൻ പറഞ്ഞിരുന്നില്ലേ. അപ്പോൾ അത് നന്നായിട്ട് റെഡിയായി കിട്ടിയിട്ടുണ്ട്. നല്ല അവിഞ്ഞിരിക്കുകയാണേ. നല്ല ചോറിൻ്റെ കൂടെ തിരുമ്മി കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഞാൻ ഓർത്ത് ഞങ്ങൾക്ക് എല്ലാവർക്കും ഓരോന്നേ കഴിക്കാൻ വേണ്ടിയിട്ട് എടുക്കാമെന്ന് വിചാരിച്ച്. ചോറിൻ്റെ കൂടെ കഴിക്കാറുണ്ട്. ഇപ്പോൾ കുപ്പിയിൽ കണ്ടപ്പോഴത്തേക്ക് ഒരെണ്ണം കഴിക്കണമെന്ന് തോന്നി. അങ്ങനെ അതെടുത്ത് കഴിക്കണേ. നമ്മുടെ ഡ്രസ്സൊക്കെ വാഷ് ചെയ്യാനായിട്ടേ ലിക്വിഡ് തീർന്നിട്ടുണ്ടായിരുന്നേ. അപ്പോൾ 3 ബോട്ടിൽ അവർ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ 3 ബോട്ടിൽ വാങ്ങിക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് അല്പം വില കുറച്ച് കിട്ടുമായിരുന്നു. അപ്പോൾ 1000 രൂപയ്ക്കാണ് 3 ബോട്ടിൽ അവർ കൊണ്ടുവന്നത്. അങ്ങനെ പിന്നെ അതൊക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ നല്ല മഴയായിരുന്നു കേട്ടോ. ഉടനെ തന്നെ നല്ല മഴ പെയ്തു. ഉച്ചയ്ക്ക് നല്ല മഴയായിരുന്നു. അപ്പോൾ ഊണൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ നല്ല കാറ്റും ഉണ്ടായിരുന്നു. നന്നായിട്ട് മഴ പെയ്യുകയും ചെയ്തേ. ഇപ്പോൾ എല്ലായിടത്തും മഴ തന്നെയാണല്ലോ അല്ലേ. നല്ല കാലാവസ്ഥ ഇപ്പോൾ മാറി മറിഞ്ഞൊക്കെ വരികയല്ലേ. നല്ല ശരിക്കും വെള്ളം നിൽക്കുന്ന മഴയായിരുന്നു. കുറേ ദിവസം കൂടെയാണ് ഇന്ന് നല്ലൊരു മഴ കാണുന്നത്. ഇന്നലെയൊക്കെ അധികം നന്നായിട്ടൊന്നും പെയ്തില്ല, ചെറുതായിട്ടൊന്നും ചാറിയതേ ഉണ്ടായിരുന്നുള്ളൂ. ഇതിപ്പോൾ ഇന്ന് നല്ല ശരിക്കും പെയ്ത്. പിന്നെ മഴയൊക്കെ തോർന്നതിന് ശേഷം മക്കളിതേ പുറത്തേക്കൊന്ന് പോകാൻ ഇറങ്ങിയാണേ. അപ്പോൾ അടുക്കളയിലേക്ക് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങാനുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ലിസ്റ്റൊക്കെ ഞാൻ തയ്യാറാക്കി കൊടുത്തിട്ടുണ്ടായിരുന്നു. നമ്മൾ കടയിലേക്ക് വാട്സപ്പിൽ അയച്ചു കൊടുക്കാറാണ് പതിവ്. അവരെടുത്ത് വയ്ക്കുമ്പോൾ ചെന്ന് എടുത്തുകൊണ്ട് പോരും. ഇന്നിപ്പം നമുക്ക് വേറെ കടയിൽ നിന്ന് വാങ്ങിക്കേണ്ട കുറച്ച് ഐറ്റംസൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അത് വാങ്ങാൻ വേണ്ടിയിട്ട് അവർ രണ്ടുപേരും കൂടെ പുറത്തേക്ക് പോകുന്നു. അപ്പോൾ ഇപ്പോൾ മഴയൊക്കെ ഏകദേശം പെയ്ത് തോർന്നു കേട്ടോ. ഇപ്പോൾ മഴയൊന്നുമില്ല, എന്നാലും ചെറിയ മഴക്കാറൊക്കെ ഉണ്ട്. എന്നാലും അവർ രണ്ടുപേരും കോട്ടൊക്കെ എടുത്ത് വണ്ടിയിൽ വെച്ചിട്ടുണ്ട്. അങ്ങനെ അവരിതേ പുറത്തേക്ക് പോയാണ്. പിന്നെ വൈകിട്ട് അവിടെ നന്ദയ്ക്ക് KFC വേണമെന്ന് പറഞ്ഞിട്ട് കുറച്ച് ദിവസമായി കേട്ടോ. KFC വാങ്ങിച്ചുകൊണ്ട് വരണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്ന് തന്നെ വാങ്ങാമെന്ന് പറഞ്ഞിട്ട് മോനത് വാങ്ങിയിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ വൈകിട്ടത് കഴിക്കാൻ വേണ്ടിയിട്ട്
എടുത്ത് വയ്ക്കുകയാണേ. പിന്നെ ബർഗറും ഉണ്ടായിരുന്നു, പിന്നെ ഒരു പെപ്സിയും വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ അതിൻ്റെ സൈഡായിട്ട് കഴിക്കാൻ വേണ്ടിയിട്ട് ടൊമാറ്റോ സോസ് ഉണ്ടായിരുന്നു, പിന്നെ മയണൈസും ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഞാനും അനുവും ഇത് കഴിക്കത്തില്ല. KFC കഴിച്ചത് മോളുമാണ് കഴിച്ചത്. അനുവും ഞാനും കഴിച്ചില്ല. ഞങ്ങൾ ആ ബർഗർ മാത്രമേ കഴിക്കാൻ എടുത്തുള്ളായിരുന്നത്. ഞങ്ങൾക്ക് രണ്ടുപേർക്കും KFC ഇഷ്ടമല്ല. അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയൊക്കെ ഉള്ളൂ. ഇന്നത്തെ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒരു ലൈക്ക് തരാൻ മറക്കരുതേ. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് കാണാം. ടാറ്റാ.